ടോക്കിംഗ് എബൌട്ട് പീരിയഡ്സ് ഇൻ സ്കൂൾ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് എല്ലാ കുട്ടികളെയും വിളിച്ചു കൂട്ടും കേട്ടോ. അതായത് ടൂർ പോകുന്ന കുട്ടികളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് എന്തൊക്കെയാണ് ടൂറിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്, എങ്ങനെയായിരിക്കും, ഛർദ്ദിക്കുന്ന ആൾക്കാർ അതിന് മുന്നേ ഉള്ള മരുന്നൊക്കെ കഴിച്ചിട്ട് വേണം വരാമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മളോട് പറയും, ഇനി ബോയ്സ് എല്ലാം പൊക്കോ, ഗേൾസ് മാത്രം ഇവിടെ നിന്നോന്ന് പറയും. അപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് എന്നാത്തിന് വേണ്ടിയിട്ടായിരിക്കും? പീരിയഡ്സിനെ പറ്റി സംസാരിക്കാൻ. വായ് ബോയ്സ് അവിടെ നിന്ന് വെച്ചിപ്പോൾ എന്താണ് പ്രശ്നം? അവർക്കും അതിന് ഉള്ള എഡ്യൂക്കേഷൻ വേണ്ടേ? ബോയ്സ് അറിയാൻ പാടില്ല, അറിഞ്ഞാൽ എന്തോ വലിയൊരു പ്രശ്നമാണ് എന്നാണ് അന്ന് ആൾക്കാർ കരുതിക്കൊണ്ടിരുന്നത്. എനിക്ക് ഇപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല. ഇപ്പോഴത്തെ കുട്ടികളോടും അങ്ങനെ ബോയ്സിനോട് പൊക്കോളൂ, ഗേൾസ് ഇവിടെ നിൽക്കൂ എന്നാണ് ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല സ്കൂളുകളിൽ എങ്ങനെയാണ്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. അവർക്കൊരു ക്യൂരിയോസിറ്റിയാണ്, ഇതെന്താ ഈ സാധനം, ഈ പീരിയഡ്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, പാഡ് എന്ന് പറഞ്ഞ സാധനം എന്താണ്. അവർക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് ഇതിനെപ്പറ്റിയിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇതിനെപ്പറ്റിയിട്ടുള്ള ബേസിക് എഡ്യൂക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ അവിടെ കിട്ടി അതിനെ പറ്റിയിട്ടുള്ള. അത് പിന്നെ അവർ വളഞ്ഞ വഴിയിലൂടെ പോയി കണ്ടുപിടിക്കാനൊന്നും പോകത്തൊന്നുമില്ല. ശരിക്കും അവർക്കൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ അതിനെ കിട്ടി.